ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്ന് കളമശ്ശേരിയിലുള്ള ഡെയിലി ഷോറൂമിലാണ്. ഇപ്പോൾ ഡെയിലി ഒരു വാട്സപ്പ് കൂട്ടായ്മ അവർ ഒരു 15ഓളം റൈഡേഴ്സ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് മാലാറ്റൂരിലേക്ക് പോകാം. നമുക്ക് യൂസർ റിവ്യൂ കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിയാം. നമ്മുടെ കൂടെ ഉള്ളത് അല്ലല്ല, അപ്പോൾ അതിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ PS4 ഫസ്റ്റ് ക്ലാസ്. ഇപ്പോൾ 1 ഇയർ തെറ്റാക്കാൻ പറ്റാൻ ലാസ്റ്റ് ഓൾമോസ്റ്റ് എന്താണ് വണ്ടിയുടെ അഭിപ്രായം? വണ്ടി സിംഗിൾ സിലിണ്ടർ വണ്ടി കുറേ ഓടിച്ചിട്ടുണ്ട്. ഞാനൊരു എൻഫീൽഡ് യൂസ് ചെയ്യുമ്പോഴാണ് വെച്ചിട്ട് എന്തായാലും സിംഗിൾ സിലിണ്ടർ വണ്ടി വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനാണ് വണ്ടി തരുന്നത്. ഇവിടെ നന്നായി പറയുന്ന അപ്പോൾ ഒരു വണ്ടി നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ മെയിൻ നമ്മൾ നോക്കുന്നത് സേഫ്റ്റി, എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ്, പവർ, എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. അപ്പോൾ സേഫ്റ്റി പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്കിംഗ്. നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും കോർണർ ചെയ്ത് പോകാനും ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ നിർത്തി പോകാനും ബ്രേക്ക് വളരെ നമുക്ക് നല്ല ഔട്ട്പുട്ട് തരുന്നു. ഇതുവരെ വണ്ടി സ്കിഡാവുകയോ അല്ലെങ്കിൽ പാർക്കുകയോ ഒന്നും ചെയ്തിരിക്കും. ഗ്രാവിറ്റി പോയാലും ഫീഡ്ബാക്ക് തരുന്നു. പിന്നെ ഇതിനൊക്കെ വണ്ടി ഓടിക്കുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു സീറ്റിംഗ് പൊസിഷനും ഇത് വണ്ടി അപ്രൈറ്റല്ല, ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഒരു ചെറിയൊരു സ്പോർട്ടി കിട്ടിയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പൊസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി അങ്ങ് ഓടിക്കുന്ന ക്ഷീണം തോന്നിട്ടില്ല. ഞാൻ ഇവർ ഹൈവേ യൂസിൽ ഇവിടുന്ന് കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട്, ട്രിവാൻഡ്രം പോയിട്ടുണ്ട്, മറ്റ് സ്ട്രെച്ചൊക്കെ പോയിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എനിക്ക് ഇതുവരെ റെസ്റ്റ് ചെയ്യാനും ക്ഷീണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എൻജിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈൻമെൻറ്റ് എൻജിനാണ്. ഒരു ഹൈവേ ക്രൂസ് നമ്മളൊരു 80-90 എബോ പോയാലും വണ്ടിക്ക് ഒരു എന്താ പറയുക, വണ്ടി ഒരു ക്ഷീണമോ ഒന്നും വണ്ടിയായിട്ട് ഒരു ഔട്ട്പുട്ട് നെഗറ്റീവ് തരത്തില്ല. പിന്നെ ഇതിനെ പറയുക വെച്ചാൽ പിന്നെ ഒരു എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സീറ്റാണ്. ബാക്കിൽ ഇരിക്കണവർക്കൊരു 100 കിലോമീറ്റർ ഇരിക്കണമെന്ന് വണ്ടി ഓടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ നിയർ ഇമ്പോസിബിൾ, ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, കേരള ഗ്രൂപ്പുണ്ട്, ഇന്ത്യയിലെ ഫൈനസ് കേരള ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ പിന്നെ വലിയ ആൾക്കാർ 90% ആൾക്കാർ ബാക്ക് സീറ്റ് ഓടിക്കാൻ ചെയ്തിരുന്നു. ഇവർ രീതിയിൽ കൂടുതൽ യാതൊരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഫീലിങ്സ് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സസ്പെൻഷൻ പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ബ്രേക്കിന്റെ സസ്പെൻഷനാണ് ഫ്രണ്ടും ബാക്കും പറയുന്നത്. നല്ല സോഫ്റ്റാണ് ഫ്രണ്ടും ബാക്ക്. ഫ്രണ്ട് ഭയങ്കര സോഫ്റ്റും ബാക്ക് കുറച്ച് ഹാർഡാണ്. ബട്ട് എന്നാൽ പോലും ഡബിൾ ലോക്കിൽ വരുമ്പോൾ നല്ല സുഖമാണ് ഇരിക്കാൻ. പിന്നെ ഇതിന്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 25 to 30 ആണ്. പക്ഷേ എല്ലാവർക്കും കിട്ടുന്നത് 30 കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ് അത് ഷുവറായിട്ട് അതായത് ഫസ്റ്റ് സർവീസ് പോലെ നമ്മൾ കുറച്ച് വണ്ടിയിൽ കയറി കൊടുക്കാം. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ നല്ല കംഫർട്ട് ചെയ്തിട്ട് ഫൈനായിട്ട് തരുന്നുണ്ട്. ഈവൻ 14 കസ്റ്റമേഴ്സ് മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഫസ്റ്റ് സർവീസ് വരെ വണ്ടി കുറച്ച് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് നമ്മൾ ഒരു 1,000-1,500 സർവീസ് കോസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ അത് പിന്നെ ഒരു മെയിൻ്റെനൻസ് പറയുന്നത് സർവീസ് കോസ്റ്റ് അല്ലാണ്ട് വേറെ മെയിൻ്റെനൻസ് പരിപാടി എൻ്റെ വണ്ടിക്ക് ഇതുവരെ ഒരു കുഴപ്പം ഒരു മെയിൻ്റെനൻസ് രീതിയൊന്നും വന്നിട്ടില്ല. പിന്നെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഭയങ്കര സോഫ്റ്റാണ്. എല്ലാ ഒരു ഫീഡ്ബാക്കിൽ കമ്പനി സോഫ്റ്റ് കോമ്പൗണ്ട് പാഡാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ പാഡ് ചെയ്യാൻ വളരെ റഫായിട്ട് ഉപയോഗിച്ചാൽ പാഡ് ചെയ്യാനുള്ള സമയത്ത് ചാൻസ് ആണ്. പിന്നെ വണ്ടി നമ്മൾ കെയർ ചെയ്ത് ഓടിക്കുക. റഫായിട്ട് ഓടിച്ചിട്ട് വണ്ടി പെട്ടെന്ന് എന്താ പറയുക, വലിയ തീരുമാനങ്ങൾ പെട്ടെന്ന് പറ്റും. നല്ല രീതിയിൽ കെയർ ചെയ്ത് സൂക്ഷിച്ച് ഓടിച്ചിട്ട് വളരെ നല്ല ഏത് വെതർ കണ്ടീഷനും കൊണ്ടുപോകുന്നുണ്ട്. ഏത് കോഴ്സാണെങ്കിലും നമുക്ക് മിസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ ഗ്രൂപ്പിലെ
ഷിപ്പ്യാർഡ് വർക്ക് ചെയ്യും. ശ്രീനിവാസ് ആളെ സൗത്ത് ഇന്ത്യ ബാങ്കിൽ വർക്ക് ചെയ്യും. അപ്പോൾ അവർ ഡീറ്റെയിലൊക്കെ പറഞ്ഞതാണ്. നമ്മുടെ ഓൾ കേരള ഗാലറി ഇന്ത്യയിലെ റെഡേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ 200 കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു ക്ലബ്ബാണ്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലമായി. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എല്ലാ ബൈക്കിലും തന്നെ പല ക്ലബ്ബുകളുണ്ട്. ബുള്ളറ്റിന് പല ക്ലബ്ബുകളുണ്ട്. പക്ഷേ ഗാലറി ഇറങ്ങിയതിന് ശേഷം നമുക്കിവിടെ ഒരു ക്ലബ്ബ് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ അത് എല്ലാവരെയും ഓൾ കേരള എല്ലാവർക്കും ഉള്ള കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ അതിനകത്തേക്ക് എല്ലാവരെയും ഗിരിയാടെ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മൾ ഫ്യൂച്ചറിൽ സ്വാഗതം ചെയ്യാൻ നമ്മളൊരു വലിയൊരു ക്ലബ്ബാക്കി വളർത്തണമെന്ന് തന്നെയാണ് നമ്മളാഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ 30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആളുകളില്ല രാജേഷ് ഐ.ടി. വർക്ക് ചെയ്യും. രാജേഷാണ് രാജേഷും സാരി ആക്കാൻ വേണ്ടി അവരിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി ഒരു കേരള ആൾക്കാർ കോവിഡ് കൊണ്ട് കണ്ടതുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നടത്താനായിരുന്നു. ഫ്യൂച്ചറിൽ ഇപ്പോൾ അടുത്തൊരു റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ പറഞ്ഞു ഷോറൂമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പല ദിവസങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. സെൽഫ് ഹെൽപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് കാസർഗോഡുള്ളവരാണ് കഴിഞ്ഞ ട്രിവാൻഡ്രത്തൊക്കെയാണ്. അവരുടെ മെമ്പേഴ്സ് നമ്മളോട് സപ്പോർട്ട് ചെയ്യാം. ഗ്രൂപ്പിലത് അവരെ ഷെയർ ചെയ്യുമ്പോൾ മെമ്പേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി നമ്മളത് സോൾവ് ചെയ്യുന്നതിനുള്ള ചെയ്യാം. അപ്പം ഈ നമ്മളുടെ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും